നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂരിൽ ബോളിവുഡ് താരങ്ങൾ പ്രതികരിച്ചില്ല എന്ന വിമർശനവുമായി പോസ്റ്റിട്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ നിയമ വിദ്യാർത്ഥിനി സർമിഷ്ഠ പനോളിയെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് കൊൽക്കത്തയിലെ കോടതിയിൽ ഹാജരാക്കിയ ഇവരെ ജൂൺ 13 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കാൻ കോടതി ഉത്തരവായി. ഈ അറസ്റ്റിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതികാരമാണെന്നും അവരുടെ പോലീസ് സനാതന വിശ്വാസികളെ മാത്രമാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നും BJP പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേറ്ററായ ശർമിഷ്ഠ പനോളി ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വർഗീയ പരാമർശം നടത്തിയെന്ന് ആരോപിച്ചാണ് കൊൽക്കത്ത പോലീസ് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്നും 22-കാരിയായ ശർമിഷ്ഠ പനോളിയെ അറസ്റ്റ് ചെയ്തത്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിന് തന്നെ ഏകദേശം 1 ലക്ഷം ഫോളോവേഴ്സ് അടുപ്പിച്ചുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ശർമിഷ്ഠ ചെയ്ത ഒരു വീഡിയോയാണ് വിവാദമായത്. ബോളിവുഡിലെ താരങ്ങൾ ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് മൗനം പാലിച്ചു എന്ന രീതിയിലായിരുന്നു ശർമിഷ്ഠയുടെ വിവാദ പരാമർശം ഉണ്ടായത്. പിന്നീട് തന്റെ പരാമർശത്തിൽ മാപ്പ് ചോദിച്ച് ശർമിഷ്ഠ തന്നെ പോസ്റ്റ് ഇടുകയും അവർ ആ വീഡിയോ പിൻവലിക്കുകയും ചെയ്തിരുന്നു. വർഗീയ വികാരം കുത്തിയിളക്കാൻ ശ്രമിച്ചു, ഇരുവിഭാഗങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടാക്കാൻ ദുഷ്ടലാക്കോടെ ശ്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചാണ് കേസെടുത്തത്. ശർമിഷ്ഠ പനോളിയുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്നാൽ നിലവിൽ മമതയെ വലിച്ചു കീറിയിരിക്കുകയാണ് പവൻ കല്യാൺ. നിയമ വിദ്യാർത്ഥിയായ ശർമിഷ്ഠ പനോളിയെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മമതാ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി പവൻ കല്യാൺ രംഗത്തെത്തിയിരിക്കുകയാണ്. കൊൽക്കത്ത പോലീസിന്റെ സെലക്റ്റീവ് മതേതരത്വവും അതോടൊപ്പം തന്നെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. ശർമിഷ്ഠയുടെ പോസ്റ്റിൽ പോലീസ് ഇത്ര വേഗത്തിൽ നടപടി സ്വീകരിച്ചത് എന്തുകൊണ്ടാണെന്നും എന്നാൽ സനാതന ധർമ്മത്തെ പരിഹസിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടെന്നും അദ്ദേഹം ചോദിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ശർമിഷ്ഠ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. എന്നാൽ തന്റെ വാക്കുകൾ ചിലരെ വേദനിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ ശർമിഷ്ഠ തന്റെ കുറ്റം ചെയ്ത തെറ്റ് അംഗീകരിക്കുകയും പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് പശ്ചിമ ബംഗാൾ പോലീസ് ശർമിഷ്ഠയെ അറസ്റ്റ് ചെയ്തത്. വജാഹത് ഖാൻ എന്ന വ്യക്തിയാണ് ശർമിഷ്ഠയ്ക്കെതിരെ പരാതി നൽകിയത്. ശർമിഷ്ഠ ഇസ്ലാമിനെ അപമാനിക്കുകയും അതോടൊപ്പം തന്നെ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് AIMIM ദേശീയ വക്താവ് ഹാരിസ് പത്താൻ ആരോപിച്ചത്. ഇതിനുശേഷം കൊൽക്കത്ത പോലീസ് ഗുരുഗ്രാമിൽ രഹസ്യമായി എത്തി ശർമിഷ്ഠയെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നിലവിൽ ജൂൺ 13 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. സനാതന ധർമ്മത്തെ അടക്കം തൃണമൂൽ കോൺഗ്രസ് പുച്ഛിക്കുന്നതിൽ ഒരു തരത്തിലും തൃണമൂൽ കോൺഗ്രസിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. മമതയുടെ നേതാക്കളും മമതയുടെ പാർട്ടിയുടെ അണികളും ഓപ്പറേഷൻ സിന്ദൂറിനെതിരെയും രാജ്യത്തിനെതിരെയും അതോടൊപ്പം തന്നെ സനാതന ധർമ്മത്തിനെതിരെ എന്ത് പരാമർശം നടത്തിയാലും മമതയുടെ പോലീസ് അവിടെ കയ്യും കെട്ടി ഒന്നും കണ്ടില്ല ഒന്നും കേട്ടില്ല എന്ന് പറഞ്ഞേക്കും. പക്ഷേ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്നും ചെറിയ രീതിയിൽ ഒരു നാക്കുപിഴ ഉണ്ടായാൽ ആ നാക്കുപിഴ തിരിച്ചവർ അടുത്ത ദിവസം തന്നെ അത് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞൊരു ക്ഷമാപണം നടത്തി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഒരു വാണിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനെ ഒരു മാപ്പാക്കി മാറ്റുകയോ ഒന്നും ചെയ്യാതെ അപ്പോൾ തന്നെ വലിയൊരു രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്.